2050 ലോകത്ത് പ്രകൃതിവാതക ഉപയോഗം 40% കൂടുമെന്ന് പ്രകൃതിവാതക ഉൽപ്പാദന രാജ്യങ്ങളുടെ വിലയിരുത്തൽ. അൾജീരിയയിൽ നടന്ന ഉച്ചകോടിയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി അടക്കമുള്ളവർ പങ്കെടുത്തു. പ്രകൃതിവാതക ഉൽപാദന മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് അൾജീരിയയിൽ നടന്ന GEACF ഉച്ചകോടി സമാപിച്ചത്. ക്ലീൻ എനർജിയായ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ആവശ്യകത ലോകത്ത് കൂടി വരികയാണ്. 2050 നിലവിലുള്ളതിന്റെ 40% കൂടി ഇന്ധനം ആവശ്യമായി വരും. ഇത് മുന്നിൽ കണ്ട് കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. ഈ മേഖലയിലെ വെല്ലുവിളികളും സാധ്യതകളും ഉച്ചകോടി ചർച്ച ചെയ്തതായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അമീർ വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. കുവൈത്തിലെ അൽസൂർ റിഫൈനറി പൂർണ്ണ ഉൽപാദന ശേഷിയിലേക്ക്. റിഫൈനറിയുടെ 2ാം ഘട്ടം പൂർത്തിയായതോടെയാണ് ഇന്ധന കയറ്റുമതി റെക്കോർഡ് സ്ഥാപിച്ച പൂർണ്ണ ശേഷിയിലെത്തിയത്. ഇതോടെ കുവൈറ്റ് എണ്ണ കയറ്റുമതി 72,000 മെട്രിക് ടണ്ണായി ഉയർന്നതായി പ്രാദേശിക മാധ്യമമായ അൽ ഖബസ് റിപ്പോർട്ട് ചെയ്തു. ഇത് പ്രതിദിനം 1,58,000 ബാരലിന് തുല്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നാണ് അൽസൂർ റിഫൈനറി. അൽസൂർ എണ്ണ ശുദ്ധീകരണ പദ്ധതിയുടെ നിർമ്മാണം 2018 ആരംഭിച്ചത്. 3ാമത്തെയും അവസാനത്തെയും ഘട്ടത്തോടെ പരമാവധി ശുദ്ധീകരണ ശേഷി 53,000 മുതൽ 61,000 ബാരൽ വരെ കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്ത് കള്ളപ്പണം തടയുന്നതിൽ വീഴ്ച വരുത്തിയ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷം UAE സെൻട്രൽ ബാങ്ക് പിഴയായി ഈടാക്കിയത് 11.36 കോടി ദിർഹം. ധനകാര്യ സ്ഥാപനങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾ കണ്ടെത്താനായി കഴിഞ്ഞ വർഷം സെൻട്രൽ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ നടന്നത് 181 ഫീൽഡ് പരിശോധനകളാണ്. ബാങ്കുകൾ, എക്സ്ചേഞ്ച് ഹൗസുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, ഹവാല ഇടപാടുകൾ തുടങ്ങിയവയിൽ നിന്നാണ് വൻതുക പിഴ ഈടാക്കിയത്. കള്ളപ്പണം, ഭീകര സംഘടനകൾക്കുള്ള ധനസഹായം തടയൽ നിയമം മുഴുവൻ ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഭാവിയിൽ ഫീൽഡ് പരിശോധന വ്യാപകമാക്കാനാണ് തീരുമാനമെന്നും സെൻട്രൽ ബാങ്ക് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഫീൽഡ് പരിശോധനകൾ കൂടാതെ നിയമവിരുദ്ധ പണമിടപാട് തടയുന്നതിനായി 40 ബോധവൽക്കരണ ക്ലാസുകളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കായി അധികൃതർ സംഘടിപ്പിച്ചിരുന്നു. 35,000 പേർ ഇതിൽ പങ്കെടുത്തു. കള്ളപ്പണം തടയാൻ സെൻട്രൽ ബാങ്കിനൊപ്പം മറ്റു പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും നടത്തിയ ശ്രമങ്ങൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് രാജ്യം പുറത്തുവരാൻ സഹായിച്ചെന്നാണ് കരുതുന്നത്. കള്ളപ്പണത്തിനെതിരെയും ഭീകരവിരുദ്ധ ഫണ്ടിങ്ങിനെതിരെയും UAE നടത്തിയ ശക്തമായ നടപടികളാണ് FATFന്റെ പ്രഖ്യാപനത്തിലൂടെ പ്രതിഫലിച്ചതെന്ന് CBUAE ഗവർണർ ഖാലിദ് മുഹമ്മദ് ബലാമ പറഞ്ഞു. FATF ഗ്രേ ലിസ്റ്റിൽ പുറത്തായതോടെ UAEയിലെ സാമ്പത്തിക സംവിധാനത്തിന്റെ വിശ്വാസ്യത വർദ്ധിക്കാനും അതുവഴി വിദേശ കറൻസി ഇടപാടുകൾ കൂടുതൽ സുഖകരമാകാനും സഹായിക്കും. മീഡിയ 1 ദുബൈ. വ്യാജ പരസ്യങ്ങളിലൂടെ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ. സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ വ്യാജ പരസ്യങ്ങൾ നൽകുന്നത് 5 ലക്ഷം ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണ്. സമൂഹമാധ്യമ ചാനലുകളിലൂടെ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള വീഡിയോ പങ്കുവയ്ക്കുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ബന്ധപ്പെട്ട അതോറിറ്റിയുടെ അനുമതിയില്ലാതെ വെർച്വൽ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി ഇടപാടുകൾ, ബ്രോക്കറിംഗ്, മറ്റ് വ്യാജ പരസ്യങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്നത് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. വ്യാജ പരസ്യങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി 2018 ഒക്ടോബറിൽ പരസ്യം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ദുബായ് അധികൃതർ പുറത്തിറക്കിയിരുന്നു. പ്രിന്റ്, ദൃശ്യ, ശ്രവ്യമാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങൾക്കെല്ലാം നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണ്. മീഡിയ 1 ദുബായ്. സൗദിയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണത്തിൽ വർധനവ് തുടരുന്നു. 2023 രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണം 13 ലക്ഷം കടന്നതായി മുൻഷാഖ് പുറത്തിറക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അവസാന പാദത്തിലെ കണക്കുകളിലാണ് വർധനവ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് തുടരുന്നതായി റിപ്പോർട്ട്. സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ജനറൽ അതോറിറ്റി അഥവാ മുൻഷാഅത്താണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണത്തിൽ 3% വളർച്ച രേഖപ്പെടുത്തി. രാജ്യത്തെ ആകെ സംരംഭങ്ങളുടെ എണ്ണം 13,08,000 കവിഞ്ഞതായി അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. മൈക്രോ സ്ഥാപനങ്ങളുടെ എണ്ണം 11,38,588 ഉയർന്നപ്പോൾ ചെറുകിട സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് നേരിട്ടു.
1,50,788 കുറഞ്ഞത്. മൂന്നാം പാദത്തിൽ ഇത് 1,51,170 ആയിരുന്നിടത്താണ് നേരിയ കുറവ് നേരിട്ടത്. ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണം 18,723 ഇക്കാലയളവിൽ ഉയർന്നു. റിയാദ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ, 43.7%. മക്ക പ്രവിശ്യയിൽ 18.1%, കിഴക്കൻ പ്രവിശ്യയിൽ 10.7% സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ടൂറിസം മേഖലയിലാണ് പുതുതായി സംരംഭങ്ങൾ കൂടുതൽ എത്തുന്നത്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ദുബായ് നഗരത്തിലെ അൽ മെയ്ദാൻ, അൽ ഖൈൽ സ്ട്രീറ്റുകളുടെ തിരക്കേറിയ കവലയിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന് പദ്ധതിക്ക് തുടക്കമിട്ട് ദുബായ് മുനിസിപ്പാലിറ്റി. എമിറേറ്റിലെ പച്ചപ്പ് വർദ്ധിപ്പിക്കാനുള്ള ഗ്രീൻ ദുബായ് സംഭരണത്തിന്റെ ഭാഗമായാണ് 3,02,262 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലുള്ള പിങ്ക് ചുമപ്പ് പൂക്കളും പേരുകേട്ട കൊറേസിയ മത്സ്യങ്ങളും നട്ടുപിടിപ്പിക്കുന്നത്. ദുബായിൽ ആദ്യമായാണ് കൊറേസിയ മരങ്ങൾ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുപിടിപ്പിക്കുന്നത്. പ്രധാന നഗരപ്രദേശങ്ങളെ ഹരിതാഭയും സുന്ദരവുമായ ഇടങ്ങളാക്കി മാറ്റാനുള്ള മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയുടെ ഭാഗമായാണ് സംരംഭം. സിൽക്ക് ഫ്ലോസ് ട്രീ എന്നറിയപ്പെടുന്ന കൊറേസിയ മരത്തിന്റെ വെള്ളം സംഭരിക്കുന്ന തണ്ടും മനോഹരമായ പൂക്കളും കൊണ്ട് വ്യത്യസ്ത പുലർത്തുന്നതാണ്. നഗരക്കാഴ്ചയ്ക്ക് അനുയോജ്യമായ വൃക്ഷമെന്ന നിലയിലാണ് ഇത് തെരഞ്ഞെടുത്തത്. കവലയെ മനോഹരമാക്കുന്നതിനൊപ്പം നഗരത്തിന്റെ പാരിസ്ഥിതിക സുസ്ഥിര ശ്രമങ്ങളുടെ ഭാഗമാകുവാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി കാര്യക്ഷമമായ ജല ഉപയോഗം ഉറപ്പാക്കുന്നതിനായി ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും കാറ്റിനെ പ്രതിരോധിക്കുന്ന സ്പ്രേയിംഗ് ടെക്നിക്കുകളും ഉൾപ്പെടെയുള്ള നൂതനമായ ജലസേചന സംവിധാനമാണിവിടെ നടപ്പാക്കുന്നത്. ഇതിനായി ഭൂഗർഭ ജല മഴവെള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മണിക്കൂറിൽ 280 ക്യൂബിക് മീറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന സ്റ്റേഷൻ, 1000 ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് എന്നിവയുമുണ്ട്. ദുബായിയുടെ പച്ചപ്പ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായാണ് സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്നത്. 2023 മാത്രം ദുബായ് മുനിസിപ്പാലിറ്റി 1.85 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. മീഡിയ 1, ദുബായ്. കുവൈത്തിലെ അങ്കാരയിൽ തീപിടുത്തം. ആളപായമില്ല. പഴയ വാഹനങ്ങൾ സൂക്ഷിച്ച സ്ക്രാപ്പ് യാർഡിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമായതായി ഫയർഫോഴ്സ് അറിയിച്ചു. തഹ്രീർ, ജഹ്റ എന്നീ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിരവധി കാറുകൾ കത്തിനശിച്ചു. മണിക്കൂറിൽ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഫയർഫോഴ്സ് തീയണച്ചത്. കുവൈത്തിൽ പ്രവാസികൾക്കായി പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യം പരിഗണനയിൽ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികൾക്ക് തീരുമാനം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷ. പൊതുമാപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക് തിരികെ പോകുന്ന പ്രവാസികൾക്ക് പുതിയ വിസയിൽ മടങ്ങിവരാമെന്ന് അധികൃതർ. കുവൈത്തിൽ താമസ നിയമലംഘകർക്ക് പൊതുമാപ്പ് നൽകുന്ന പദ്ധതി സർക്കാർ പരിഗണിക്കുന്നു. ഈ മാസം മുതൽ മെയ് അവസാനം വരെ താമസ നിയമലംഘകർക്ക് മറ്റു നടപടികൾ നേരിടാതെ രാജ്യം വിടാൻ അനുവദിക്കുമെന്നാണ് സൂചനകൾ. ഇതോടെ രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന വിദേശികൾക്ക് സ്വമേധയാ രാജ്യം വിട്ടുപോകുവാനുള്ള അവസരം ലഭിക്കും. ഇത്തരത്തിൽ തിരികെ പോകുന്നവർക്ക് കുവൈത്തിലേക്ക് പുതിയ വിസയിൽ മടങ്ങിവരാമെന്ന് ഉപപ്രധാനമന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസ്സബ വ്യക്തമാക്കി. എന്നാൽ പൊതുമാപ്പ് കാലയളവ് പ്രയോജനപ്പെടുത്താത്തവരെ നാടുകടത്തുമെന്നും ഇത്തരക്കാർക്ക് പിന്നീട് കുവൈത്തിലേക്ക് മടങ്ങിവരാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സന്ദർശക വിസ അനുവദിക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും. കർശനമായ നിയന്ത്രണങ്ങളിലൂടെ എൻട്രി വിസകൾ അനുവദിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റ് ന്യൂസ് ഏജൻസി ഡയറക്ടർ ജനറൽ ഡോക്ടർ ഫാത്മ അൽ സാലിമുമായുള്ള അഭിമുഖത്തിനിടെയാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യത്ത് ഏകദേശം 1 ലക്ഷത്തിലേറെ അനധികൃത താമസക്കാർ കഴിയുന്നുവെന്നാണ് കണക്കാക്കുന്നത്. 2020 ഏപ്രിൽ മാസത്തിലാണ് കുവൈത്തിൽ അവസാനമായി പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. വരുന്ന നോമ്പ് കാലത്ത് 7 ലക്ഷം പേർക്ക് ഇഫ്താർ ഒരുക്കുമെന്ന ഖത്തർ മതകാര്യ മന്ത്രാലയം. 20 കേന്ദ്രങ്ങളിലായാണ് ഇഫ്താർ സൗകര്യം ഒരുക്കുക. ഇഫ്താർ സോയിം എന്ന ക്യാമ്പയിൻ വഴിയാണ് ഖത്തറിലെ മതകാര്യ മന്ത്രാലയമായ ഔക്കാഫ് നോമ്പുകാർക്ക് ഭക്ഷണമൊരുക്കുന്നത്. 20 കേന്ദ്രങ്ങളിലായി പ്രതിദിനം 24,000 പേർക്ക് ഇത് പ്രയോജനപ്പെടുത്താനാകും. 15 ടെന്റുകളാണ് ഔക്കാഫ് മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഓൾഡ് എയർപോർട്ട്, ഉംഗുവൈലിന, ഫരീജ് ബിൻ മഹ്മൂദ്, സൂക്ക് ഫലേഹ്, സൽവാർ റോഡ് എന്നിവിടങ്ങളിൽ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളം പേർക്കാണ് ഇത്തവണ ഇഫ്താർ ഒരുക്കിയിരിക്കുന്നതെന്ന് ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1, ദോഹ. ചെങ്കടലിൽ ഹൂത്തി ആക്രമണത്തിൽ തകർന്ന ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങിയതായി യമൻ അറിയിച്ചു.
ഗസയിലേക്ക് സഹായ ട്രക്കുകൾ അനുവദിച്ചാൽ മുങ്ങിയ കപ്പൽ വീണ്ടെടുക്കാൻ അനുവദിക്കുമെന്ന് ഹൂത്തി നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും ഹൂത്തികൾ ആവർത്തിച്ചു. കഴിഞ്ഞ മാസം 18-നാണ് ബ്രിട്ടീഷ് രജിസ്ട്രേഷനിലുള്ള റോബിമർ എന്ന ചരക്ക് കപ്പൽ ഹൂത്തികൾ ആക്രമിച്ചത്. ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ബാബുൽ മന്ദബ് കടലിടുക്കിൽ വെച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂം തകരുകയും കപ്പലിലേക്ക് വെള്ളം കയറി തുടങ്ങുകയും ചെയ്തു. ഇന്ധനം ചോർന്ന് ചെങ്കടലിൽ വ്യാപിച്ചു തുടങ്ങിയതും കപ്പൽ മുങ്ങി തുടങ്ങിയതും അപകട സാധ്യത വർദ്ധിപ്പിച്ചു. ഉടൻ തന്നെ ജീവനക്കാരെ സുരക്ഷിതരായി ജിബൂട്ടിയിലേക്ക് മാറ്റി. ഉയർന്ന അപകട സാധ്യതയുള്ള അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള 41,000 ടൺ രാസവളങ്ങളുമായി സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു കപ്പൽ ആക്രമിക്കപ്പെട്ടത്. എണ്ണച്ചോർച്ചയോടൊപ്പം രാസവളം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്നത് ചെങ്കടലിൽ വൻ പാരിസ്ഥിതിക ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെയാണ് കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങിയതായി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഗസയെ ആക്രമിക്കാൻ ഇസ്രായേലിനെ ബ്രിട്ടൻ പിന്തുണക്കുന്നതാണ് കപ്പൽ ആക്രമിക്കാൻ കാരണമെന്ന് മുതിർന്ന ഹൂത്തി നേതാവ് പറഞ്ഞു. അതിനാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും അദ്ദേഹത്തിന്റെ സർക്കാരുമാണ് റോബിമർ എന്ന കപ്പൽ മുങ്ങിയതിന് ഉത്തരവാദികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസയിലേക്ക് സഹായ ട്രക്കുകൾ അനുവദിച്ചാൽ റോബിമർ വീണ്ടെടുക്കാൻ സുനക്കിന് അനുവാദം നൽകും. എന്നാൽ ഗസക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും ഹൂത്തികൾ ആവർത്തിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഇന്ത്യൻ എംബസി അപ്പെക്സ് ബോഡിയായ ICC സംഘടിപ്പിക്കുന്ന പാസേജ് ടു ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി ഖത്തറിൽ ദീർഘകാലം പ്രവാസികളായ ഇന്ത്യക്കാരെ ആദരിക്കുന്നു. ഇതിനായി നാളെ കൂടി അർഹരായവരെ നോമിനേറ്റ് ചെയ്യാം. ഖത്തറിൽ 40 വർഷം പൂർത്തിയായവർ, വീട്ടു ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക മേഖലയിൽ 30 വർഷത്തിലേറെ ജോലി ചെയ്തവർ, 25 വർഷത്തിലേറെയായി വീട്ടുജോലി ചെയ്യുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 7 മുതൽ 9 വരെ മിയ പാർക്കിലാണ് പാസേജ് ടു ഇന്ത്യ പരിപാടി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാപിച്ച മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ എത്തിയത് 3,94,000-ത്തിലധികം ആളുകൾ. പുസ്തകമേളയുടെ ഉദ്ഘാടന ദിവസം മുതൽ വെള്ളിയാഴ്ച വരെ 10 ദിനങ്ങളിലായാണ് ഇത്രയും അക്ഷരപ്രേമികൾ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ അക്ഷരനഗരിയിലേക്ക് എത്തിയത്. വാർത്താവിതരണ മന്ത്രിയും മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ പ്രധാന കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസിയുടെ നേതൃത്വത്തിലായിരുന്നു പുസ്തകമേളയുടെ സമാപന പരിപാടികൾ നടന്നത്. 34 രാജ്യങ്ങളിൽ നിന്നുള്ള 847 പ്രസാധക സ്ഥാപനങ്ങളായിരുന്നു മേളയിൽ പുസ്തകങ്ങൾ ഒരുക്കിയിരുന്നതെന്ന് പുസ്തകമേളയുടെ ഡയറക്ടർ അഹമ്മദ് ബിൻ സൗദ് അൽ റവാഹി പറഞ്ഞു. കുട്ടികളടക്കമുള്ള പുതുതലമുറയുടെ സാന്നിധ്യം മേളയ്ക്ക് തിളക്കം കൂട്ടുന്നതായി. പരിപാടിയുടെ ഭാഗമായി നടന്ന വിവിധ സെമിനാറുകളിലും ചർച്ചകളിലും ധാരാളം കുടുംബങ്ങൾ പങ്കെടുത്തു. ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചയും നടന്നു. 130ഓളം വൈവിധ്യമാർന്ന പരിപാടികളും കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികളും പുസ്തകമേളയുടെ ഭാഗമായി. മീഡിയ 1, മസ്കത്ത്. വീണ്ടും വാർത്തകളിലേക്ക്. കമലഹാസനിൽ നിന്ന് ലഭിച്ച അഭിനന്ദനമാണ് മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്ന് സംവിധായകൻ ചിദംബരം. സംവിധാനം ചെയ്ത 2ാമത്തെ സിനിമയും വിജയിച്ച സാഹചര്യത്തിൽ 3ാമത്തെ സിനിമ എന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ മഞ്ഞുമൽ ബോയ്സിന്റെ വിജയാഘോഷത്തിനെത്തിയ ചിദംബരം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. തമിഴ് പ്രേക്ഷകരെ വൻതോതിൽ മഞ്ഞുമൽ ബോയ്സിലേക്ക് ആകർഷിക്കുന്നത് ഗുണ എന്ന പഴയ കമലഹാസൻ ഹിറ്റും അത് ചിത്രീകരിച്ച ഗുഹയും തന്നെയാണ്. അടുത്ത ഘട്ടത്തിലാണ് അവർ സിനിമയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത്. കമലഹാസൻ നൽകിയ അഭിനന്ദനമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമെന്ന് സംവിധായകൻ ചിദംബരം പറഞ്ഞു. പിന്നെ ഫൈനലി അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് എനിക്ക് സിനിമ കാണാൻ പറ്റി. അദ്ദേഹം മാത്രമല്ല, സന്താന ഭാരതി സാറുണ്ടായിരുന്നു കൂടെ ഡയറക്ടർ. സോ അവരെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നത് ഭയങ്കര ഒരു ഡ്രീം ലൈക്ക് ഫീലിംഗ് ആയിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അച്ചീവ്മെന്റ് ഐ ഗോട്ട്. 2ാമത്തെ സിനിമ വിജയിപ്പിക്കുന്നതാണ് വെല്ലുവിളിയായി പല സംവിധായകരും പറയാറ്. എന്നാൽ ജാനേമനും മഞ്ഞുമൽ ബോയ്സിനും ശേഷം 3ാമത്തെ സിനിമ എന്നതാണ് തനിക്ക് വെല്ലുവിളി ഉയർത്തുന്നതെന്ന് ചിദംബരം പറഞ്ഞു. ചില കഥകളിൽ നമ്മളത് അറൈവ് ചെയ്യുന്നതാണ്. ചില കഥ ചിലപ്പോൾ ജാനേമനിലായാലും ഓനിച്ചനും ജോയ്മോനും ഒരാളാണെന്നുള്ളത്, അവരുടെ പ്രശ്നം ഒരാണെന്നുള്ളത് പടം എഴുതുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ സീനിലെത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നതോ ഇവർ ഒരേ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അറൈവൽ കുറെ ഉണ്ട്. സിനിമ നമ്മൾ എത്തിച്ചേരുകയാണ് പല കാര്യങ്ങളിലേക്ക്. ഗുണാഗുഹയിൽ സിനിമ ചിത്രീകരിച്ചാൽ ജീവൻ വരെ അപകടത്തിലാകുമെന്ന ചിന്തയിൽ ഉപേക്ഷിക്കാൻ ആലോചിച്ച സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. എന്നാൽ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി നൽകിയ ധൈര്യത്തിൽ നിന്നാണ് സിനിമ സെറ്റിട്ട് ചിത്രീകരിച്ചത്. എക്യുപ്മെന്റ് എല്ലാ ദിവസവും
പ്ലസ് 120 ആൾക്കാർ കയറ്റി എല്ലാ ദിവസവും കയറ്റി ഇറക്കണം. അപ്പം രാത്രി വന്നിട്ട് എണ്ണ എടുക്കുമ്പോൾ ആള് കുറയരുത്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത പടം ഉണ്ടാക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഇടാം. അപ്പം സെറ്റ് ഇടാൻ ഗുഹ എത്രത്തോളം ഇടും, അപ്പോൾ കുഴി ഇടണം, അപ്പം എത്രത്തോളം ഇടും, അതൊക്കെ അജയേട്ടൻ വന്ന് അജയന്റെ ഭാഷയിൽ നമുക്കങ്ങനെ പിടയ്ക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പരിപാടി ഓടായത്. കച്ചവട ഘടകങ്ങൾ കുറവായിട്ട് പോലും ഈ സിനിമ നിർമ്മിക്കാൻ സൗബിൻ ഷാഹിർ മുന്നോട്ട് വന്നത് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ സിനിമയെ തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണെന്നും ചിദംബരം പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സിൽ വേഷമിട്ട അരുൺ കുര്യൻ, വിഷ്ണു രഘു, സിനിമയുടെ ഗൾഫിലെ പ്രൊമോട്ടർ ഉണ്ണികൃഷ്ണൻ മന്നത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഷീ കമ്പനിയാണ് വിജയാഘോഷം സംഘടിപ്പിച്ചത്. മീഡിയ 1 ദുബായ്. കോഴിക്കോട് ബാലുശ്ശേരി ഉണ്ണിക്കുളം കരിയാത്തൻകാവ് സ്വദേശി ചീപ്പാറ അബ്ദുൾ മജീദ് ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തറിൽ മരിച്ചു. 62 വയസ്സായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായിരുന്നു. റയാനിലെ താമസ സ്ഥലത്ത് വെച്ച് വ്യാഴാഴ്ച രാവിലെ ഹൃദയാഘാതം ഉണ്ടായതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. KMCC അൽ ഇസാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ 7-ന് ശിവപുരം മഹല്ല് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥിയെ കുവൈറ്റിൽ ആദരിച്ചു. ജലീബ് മദ്രസ വിദ്യാർത്ഥി ഫിസാൻ സാദിഖിനെയാണ് അബ്ബാസിയ ICF മദ്രസ കമ്മിറ്റി അനുമോദിച്ചത്. വിദ്യാർത്ഥിക്കുള്ള ഉപകാരം സമസ്ത കേരള ജമൂഅത്തുൽ ഉലമ സെക്രട്ടറി പേരൂട് അബ്ദുറഹ്മാൻ സഖാക്കി കൈമാറി. അലവി സഖാക്കി, അബ്ദുള്ള വടകര, അബ്ദുൾ അസീസ് സലാക്കി എന്നിവർ പങ്കെടുത്തു. ഹൈഫൻസ് പ്രീ സ്കൂൾ സലാലയുടെ വാർഷികവും ബിരുദദാനവും നടന്നു. ഐഡിയൽ ഹാളിൽ നടന്ന പരിപാടി ദോഫാർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുഹമ്മദ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ കെ ഷൗക്കത്ത് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഐഡിയൽ ഗ്ലോബൽ MD അലി അബ്ദുള്ള ആവാദ്, അൽ അക്മർ MD അല്ലമീൻ നൂറുദ്ദീൻ, അല്ലംറി മാനേജിംഗ് പാർട്ണർ ബെൻഷാദ്, CP ഹാരിസ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. I am glad to know that the school is really running for last many years with a very noble intention. പ്രിൻസിപ്പൽ VS ഷമീർ, റജീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. മുംതാസ് ടീച്ചർ, മുഹമ്മദ് താരിഖ്, ഫൈറൂസ മൊയ്തു, ഷെയ്ഖ് മഹി എന്നിവരും അനുഭവങ്ങൾ പങ്കുവച്ചു. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ K മുഹമ്മദ് സാദിഖ്, സാബുഖാൻ, KP അൻസാർ എന്നിവർ നേതൃത്വം നൽകി. കുരുന്നു വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ 1 സലാല. സലാല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ റമദാൻ സൂക്ക് പ്രവർത്തനം ആരംഭിച്ചു. റമദാനിൽ റാഫിൾ കൂപ്പണിലൂടെ 1 ലക്ഷം റിയാലിന്റെ സമ്മാനമാണ് ലുലു ഒമാനിൽ ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഉപഭോക്തൃ സംരക്ഷണ പൊതു അതോറിറ്റി മാനേജർ ആസാദ് ആമിർ തമാൻ കിഹൂദ് അൽ അമിരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ സലാല ലുലു ജനറൽ മാനേജർ മുഹമ്മദ് നവാബും സംബന്ധിച്ചു. ഹൈപ്പർ മാർക്കറ്റിന്റെ ഇരുവശങ്ങളിലായി വിശാലമായ ഏരിയയിലാണ് റമദാൻ സൂക്ക് ഒരുക്കിയിരിക്കുന്നത്. റമദാനിലെ വിവിധ ആഴ്ചകളിലായി 1 ലക്ഷം റിയാലിന്റെ ക്യാഷ് വൗച്ചറുകളാണ് ഉപഭോക്താക്കൾക്ക് റാഫിൾ കൂപ്പണിലൂടെ ലഭിക്കുക. 10 റിയാലിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പണുകൾ ലഭ്യമാണ്. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നിരക്കിളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫുഡ്, ഇലക്ട്രോണിക്സ്, ഹൗസ് ഹോൾഡ്, ലിനൻ തുടങ്ങി എല്ലാത്തിലും ഓഫറുകൾ ലഭ്യമാണ്. ലുലുവിന്റെ ഒമാനിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും റമദാൻ ഓഫറുകൾക്ക് തുടക്കമായിട്ടുണ്ട്. ചടങ്ങിൽ PR മാനേജർ മുഹമ്മദ് സാലിം ബസ്രാവി, മാനേജർമാരായ അബീഷ്, ഷൈജു, മറ്റു സ്വദേശി പ്രമുഖരും സംബന്ധിച്ചു. മീഡിയ 1 സലാല. ഷാർജ സഫാരി മാളിൽ റമദാൻ സൂക്ക് പ്രവർത്തനം ആരംഭിച്ചു. റമദാനിലെ ഒഴിച്ചുകൂടാനാവാത്ത നിരവധി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എളുപ്പം തിരഞ്ഞെടുക്കാൻ സൂക്കിൽ അവസരം ലഭിക്കും. 300-ൽ പരം ഉൽപ്പന്നങ്ങൾ പ്രത്യേകം ഒരുക്കിയ റമദാൻ സൂക്കിൽ ലഭ്യമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള ഈത്തപ്പഴങ്ങൾ, അത്തിപ്പഴങ്ങൾ, ആപ്രിക്കോട്ട്, തേൻ, ഓട്സ്, ഇഫ്താർ പാനീയങ്ങൾ എന്നിങ്ങനെയെല്ലാം ഷാർജ സഫാരിയിലെ റമദാൻ സൂക്കിൽ ഒരുക്കിയിട്ടുണ്ട്. റമദാൻ സൂക്കിന്റെ ഉദ്ഘാടനം സഫാരി മാൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷമീം ബക്കർ, ബിസിനസ് കോർഡിനേറ്റർ ഷാഹിദ് ബക്കർ എന്നിവർ നിർവഹിച്ചു. റമദാൻ വിപണിയുടെ തനിമ നിലനിർത്തിയാണ് സഫാരി റമദാൻ സൂക്ക് ജനങ്ങൾക്കായി തുറന്നിരിക്കുന്നതെന്ന് സഫാരി മാൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷമീം ബക്കർ പറഞ്ഞു.
18ഓളം ഷോപ്പുകൾ സൂക്കിന്റെ ഭാഗമാണ്. നോമ്പുതുറയ്ക്ക് ആവശ്യമായ വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും ലൈവ് കൗണ്ടറുകളിൽ ലഭ്യം. ലുക്കീമത്ത്, അരീസ, കുനാഫ, ബക്ലാവ ഉൾപ്പെടെ പരമ്പരാഗത വിഭവങ്ങളും സ്റ്റാളുകളിൽ ലഭിക്കും. നോമ്പ് തുറക്കാനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സഫാരി, ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗമാണ് വിവിധ രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്നത്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരവും സഫാരി ഒരുക്കിയിട്ടുണ്ട്. വിവിധതരം ഗാർഹികോപകരണങ്ങൾ, വസ്ത്രങ്ങൾ, ദസ്വി, മുസല്ലകൾ ഉൾപ്പെടെ എല്ലാ ഇനങ്ങളും സൂക്കിന്റെ ഭാഗമാണ്. മീഡിയ 1 ഷാർജ. റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി സൗദിയിലെ പ്രമുഖ റീറ്റെയിൽ ഗ്രൂപ്പായ സിറ്റി ഫ്ലവർ. സൗദിയുടെ പാരമ്പര്യവും പൈതൃകവും അടയാളപ്പെടുത്തുന്ന പ്രത്യേക സൂക്ക് ഒരുക്കിയിരിക്കുകയാണ് സിറ്റി ഫ്ലവർ ഔട്ട്ലെറ്റുകൾ. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും സൂക്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പഴമയുടെ ഓർമ്മയും പുതുമയുടെ അനുഭവങ്ങളും ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുകയാണ് സിറ്റി ഫ്ലവർ റമദാൻ സൂക്ക്. അറബ് നാഗരികതയെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് പ്രത്യേക റമദാൻ മേള. റമദാനെ വരവേൽക്കാനൊരുങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക സൂക്ക് ഒരുക്കിയതെന്ന് സിറ്റി ഫ്ലവർ മാനേജ്മെന്റ് അറിയിച്ചു. 200-ലധികം റമദാൻ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പ്രത്യേക വിലക്കുറവിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. സിറ്റി ഫ്ലവർ സൂക്ക് എന്ന് പറയുന്നത് റമദാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എസെൻഷ്യൽസും ഒരു കുടക്കീഴിൽ എന്നുള്ളൊരു കൺസെപ്റ്റാണ് സൂക്കിനുള്ളത്. 2021 മുതൽ സിറ്റി ഫ്ലവർ സൂക്ക് കൺസെപ്റ്റിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ നമ്മളെ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സൂക്കിലൂടെ സിറ്റി ഫ്ലവർ മെയിനായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സൗദിയിലെ സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റുകളായ റിയാദ് ബദ്ഹ, സക്കാക്ക, ഹായിൽ, ജുബൈൽ എന്നിവിടങ്ങളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും പ്രത്യേക റമദാൻ വിപണി സജ്ജീകരിച്ചിട്ടുണ്ട്. അവശ്യവസ്തുക്കളടങ്ങിയ പ്രത്യേക റമദാൻ കിറ്റുകളും മേളയിൽ ലഭ്യമാണ്. ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഗിഫ്റ്റ് കാർഡുകളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഷോപ്പിംഗ് അനുഭവമായിരിക്കും ഇതിലൂടെ കസ്റ്റമർക്ക് ലഭിക്കാൻ പോകുന്നത്. നല്ല നല്ല ഓഫേഴ്സുകൾ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓഫേഴ്സ് എല്ലാം തീരുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇവിടുന്ന് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. മേള റമദാൻ ആരംഭം വരെ തുടരും. മീഡിയ 1 റിയാദ്. KMCC ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഷാജഹാൻ പരപ്പൻ പൊയ്യയിൽ പ്രസിഡന്റായും ഇസ്ഹാഖ് വില്യാപ്പള്ളി ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. സുബൈർ നാദാപുരത്തെ ട്രഷററായി തെരഞ്ഞെടുത്തു. ബഹ്റിനിൽ OICC തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സന്തോഷ് നായർ അധ്യക്ഷത വഹിച്ച പരിപാടി ഗ്ലോബൽ കമ്മിറ്റി അംഗം രാജു കല്ലുപുറം ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു. വാർത്തകളിലേക്ക്. മീഡിയ 1 സ്റ്റാർ ഷെഫ് മത്സരത്തിലെ ജേതാക്കളെ പ്രഖ്യാപിച്ചു. എറണാകുളം സ്വദേശി നസീമ സ്റ്റാർ ഷെഫായി തെരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡ് സ്വദേശി ഫസീല ഉസ്മാനാണ് 2ാം സ്ഥാനം. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ദീപക് ശരത് 3ാം സ്ഥാനം നേടി. ജൂനിയർ ഷെഫ് മത്സരത്തിൽ കോഴിക്കോട് സ്വദേശി അഹമ്മദ് യാസിൻ 1ാമതെത്തി. രുചിയുടെ വാശിയേറിയ മീഡിയ 1 സ്റ്റാർ ഷെഫ് മത്സരത്തിൽ സ്റ്റാർ ഷെഫായി തെരഞ്ഞെടുക്കപ്പെട്ടത് നസീബ. നസീബ നാട്ടിലെവിടെയാണ്? എറണാകുളം. എന്താണ് ഇന്ന് ഇവിടെ ഈ മേളയിൽ വിജയിക്കാനായിട്ട് തയ്യാറാക്കിയത്? എന്തായിരുന്നു ആ വിഭവം? ആക്ച്വലി ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുത്ത് കൊടുക്കലായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു കപ്പ, നമ്മുടെ കൊള്ളിക്കിഴങ്ങ് കപ്പ, അതും സ്വീറ്റ് പൊട്ടാറ്റോയും പിന്നെ വെർമിസിലൊക്കെ വെച്ചിട്ട് ഒരു അട ചെയ്തു. അടയുടെ ഫില്ലിംഗ് ആയിട്ട് ഫൈനലിൽ എന്താ ഉണ്ടാക്കിയത്? ഫൈനലിൽ പിന്നെ നമുക്ക് മിസ്റ്ററി ബോക്സിൽ 5 ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു, കോക്കനട്ട് ഉണ്ടായിരുന്നു, തൈര് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ പൈൻ നട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സെപ്റ്റ് പ്രോൺസ് മറ്റുള്ളതൊക്കെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതാണ്. പ്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നല്ലാണ്ട് നമ്മൾ അതുകൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് തേങ്ങ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കേരള ഡിഷിനെ ഫ്യൂഷനായിട്ട് ഒരു സ്വീറ്റ് സോസും കൂടി കൊടുത്തിട്ട്, അപ്പോൾ പ്രോൺസ് കൊണ്ട് ഞാനൊരു സോസ് ചെയ്ത്, പിന്നെ ചിക്കന് ജസ്റ്റ് ഒരു ചില്ലി ഫ്ലേക്സും പിന്നെ അങ്ങനെയൊക്കെ ചെയ്തൊരു സ്വീറ്റ്. എന്തായിരുന്നു അതിൻ്റെ പേര്? ആക്ച്വലി പേര് മെസ്മറൈസിങ് ഡിഷ് കൊക്കോ നട്ടി ചിക്കൻ വിത്ത് പ്രൂൺ സോസ്. അങ്ങനെ അത് 5000 ദർഹത്തിൻ്റെ സമ്മാനം നേടിയിരിക്കുകയാണ്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ ആളിലേക്ക് പോവാണ്. ഒന്ന് പരിചയപ്പെടുത്താവോ പേര് പറഞ്ഞിട്ട്? പേര് ഫസീല ഉസ്മാൻ. നാട്ടിലെവിടെയാ? കാസർഗോഡ്. ഇവിടെ അബുദാബിയിലാണ് താമസിക്കുന്നത്.
ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് സ്റ്റഫ്ഡ് ചിക്കൻ, സ്റ്റഫ്ഡ് കോക്കനട്ട് ചിക്കൻ വിത്ത് പ്രൂൺസ് പൈനട്ട് സോസ്. അതാണ് ഉണ്ടാക്കിയത്. അത് രണ്ടാം സമ്മാനം. അതെ, 2000 ദിർഹം. 3000 ദിർഹം. 3000 കിട്ടിയത്. എല്ലാ ഇൻഗ്രീഡിയൻസും അവർ മിസ്റ്ററി ബോക്സിൽ തന്നിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തിട്ട് 1 hour കുക്ക് ചെയ്തിട്ട് എടുത്തു. ഷെഫ് പിള്ള സാറിന് നല്ല ഇഷ്ടമായി, വെരി ഗുഡ് പറഞ്ഞു. 3ാം സ്ഥാനം നേടിയത് വനിതകളുടെ മത്സരത്തിൽ പോരടിക്കാൻ തയ്യാറായി വന്ന ഒരു ആൺസിംഹം ആണ് ഇപ്രാവശ്യം 3ാം സ്ഥാനം നേടിയത്. ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് ദീപക്, അപ്പൊ ഈ പേടിയുണ്ടായിരുന്നോ ഇത്രയും ആളുകളുടെ ഇടയിൽ, വനിതകളുടെ ഇടയിൽ മത്സരിക്കാൻ? പേടിയൊന്നുമില്ല, നമ്മളെ ഒരു പിടി കൊടുത്തിട്ട് വിടില്ല, അത്രേ ഉള്ളൂ. എന്തായാലും പറ്റുന്നുള്ള ഉറപ്പായിരുന്നു. കുഴപ്പമില്ല, നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. കോൺസെപ്റ്റ് എല്ലാം നല്ല അടിപൊളി കോൺസെപ്റ്റ്. 3ാം സ്ഥാനം അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലെ ജൂനിയർ ഷെഫുകളെ പരിചയപ്പെടാം. ജൂനിയർ ഷെഫായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് പരിചയപ്പെടുത്തിയ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ? അഹമ്മദ് യസാൻ. എവിടെയാണ് നാട്ടില്? കോഴിക്കോട്. കോഴിക്കോട്. എന്താണ് ഈ സയാദ് ഇവിടെ ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയ കുക്കുംബർ മുഹമ്മദ് സൂഷി. എന്താ അത്? അതൊരു മിഡിൽ ഈസ്റ്റേൺ ഡിഷാ. സൂഷി ഒക്കെ ജപ്പാനീസ് ഡിഷല്ലേ. സോ അതിൽ വെക്കുന്ന റോ ഫിഷ് ആണ്. സോ ഐ ഡോണ്ട് ലൈക്ക് റോ ഫിഷ്. സോ എന്റെ വേർഷൻ ആയിട്ടാണ് മോഡിഫൈ ചെയ്ത്. അതിനായിരുന്നു ജൂനിയർ ഷെഫിൽ 1ാം സ്ഥാനം. 2ാം സ്ഥാനം നേടിയ ആളെ പരിചയപ്പെടാം. 2ാം സ്ഥാനം നേടിയ ആളുടെ പേരെന്താ? ലക്ഷ്മ നാട്ടിലെവിടെയാ? മലപ്പുറത്ത്. എന്തെന്നാ ഉണ്ടാക്കിയത്? ഇനി ജൂനിയർ ഷെഫില് 3ാം സ്ഥാനം നേടിയ ആളാണ്. ആളുടെ പേരെന്താ? സയാൻ. സയാൻ നാട്ടിലെവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? മൊത്തം സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇനി സംഘം ചേർന്ന് ഇതിൽ മത്സരിക്കാൻ വന്ന ഷെഫ്, ഇതിന്റെ ടേസ്റ്റി സ്ക്വാഡിലെ ജേതാക്കളെ പരിചയപ്പെടാം. ഗ്രൂപ്പിലെ ഫസ്റ്റ് അല്ലേ? ഇങ്ങോട്ട് വാ. എന്താ പേര്? നമ്മളെ ഗ്രൂപ്പിന്റെ പേരാണ്. ഗ്രൂപ്പിന്റെ പേരും അംഗങ്ങളുടെ പേരും പറഞ്ഞു. നമ്മളെ ഗ്രൂപ്പിന്റെ പേര് ക്രിയേറ്റീവ് ഷെഫ്സ്. എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്? നമ്മളെ കേരള ഡിഷിനെ ഓരോ എന്താ പറയാ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്തത് എന്താണെന്നാ? 4 പേരാണല്ലോ ഒരു ഇതിലുള്ളത്. ആ 4 പേരാരൊക്കെയാണ്? നമ്മള് 4 പേര്. എന്റെ പേര് മജ്നാസ്, അബുദാബിന്നാണ് വരുന്നത്. ജെസ്സി. എന്റെ പേര് ജസീല, അബുദാബിന്നാണ്. ഇടകലർന്നിട്ടായിരുന്നു. എന്താ പേര്? ഗൻസീർ. ടീമല്ലേ? അബുദാബി. ക്രിയേറ്റീവ് ഷെഫ്സ് എന്ന പേരിൽ ഈ സ്ക്വാഡായിട്ട് മത്സരിച്ചിട്ട് സമ്മാനം നേടിയവര്. അങ്ങനെ ഇക്കുറി വളരെ വാശിയേറിയ മത്സരമാണ് ഈ രുചിമേളയിൽ ഉണ്ടായിരുന്നത്. ഇവരാണ് അവസാനം ഫൈനൽ ജേതാക്കളായി വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റ് 2 ടീമുകൾ കൂടി ഈ ജേതാക്കളായി എത്തിയിട്ടുണ്ട്. യാസർ അറഫാത്തിനൊപ്പം ഷിനോർ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. KMCC ബ്രിട്ടൻ മലയാളികൾക്കായി സംഘടിപ്പിച്ച ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ശ്രദ്ധേയമായി. ഹെർട്ട്ഫോർഡ്ഷയർ സർവകലാശാലയിൽ സംഘടിപ്പിച്ച 55 മെൻസ് ബാഡ്മിന്റൺ യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 19 ടീമുകളാണ് മാറ്റുരച്ചത്. ഗോൾഡ്, സിൽവർ എന്നീ 2 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ ബാബുഷ സിയാദ് സഖ്യവും അലി ജോബിൻ സഖ്യവും ചാമ്പ്യന്മാരായി. ബ്രിട്ടൻ KMCC ചെയർമാൻ കരീം മാസ്റ്റർ മേമുണ്ട, അഷറഫ് വടകര, സുബൈർ കോട്ടക്കൽ എന്നിവർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. ഖത്തർ KMCC നാട്ടിക മണ്ഡലത്തിലെ ചാഴൂർ, താന്യം, അന്ത്യക്കാട് സംയുക്ത പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. KMCC അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ SMM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. 3 കാറ്റഗറിയിലായി നടന്ന ടൂർണമെന്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര താരങ്ങളടക്കം 100ഓളം ടീമുകൾ മത്സരിച്ചു. KMCC ട്രഷറർ PCM ഉസൈൻ, ബക്കർ ഹാജി, റൌഫ് കൊണ്ടോട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പ്രവാസി വെൽഫെയർ സൗദി ഈസ്റ്റേൺ പ്രൊവിൻസ് കമ്മിറ്റി പഠന സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ സാമൂഹ്യ നീതി നടപ്പിലാക്കാത്ത അസമത്വവും ജാതി വിവേചനവും ഇപ്പോഴും തുടരുകയാണെന്നും സംഗമത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു.
ഷമീർ ചാത്തമംഗലം, മുഹസീൻ ആറ്റശ്ശേരി, ഫൈസൽ കുറ്റ്യാടി എന്നിവർ സംസാരിച്ചു. സാബിക് കോഴിക്കോട്, സുനില സലീം, ഷിഹാബ് മാങ്ങാടൻ എന്നിവർ നേതൃത്വം നൽകി. സൗദിയിലെ ജിദ്ദയിൽ കാസർഗോഡ് പ്രവാസി ഫോറം ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ചു. ജിദ്ദയുടെ സമ്പന്നമായ ചരിത്രത്തെയും പൈതൃകത്തെയും അറിയുന്നതിനായി ബലദിലെ ഹിസ്റ്റോറിക്കൽ ഏരിയയിലായിരുന്നു പര്യടനം. ഉമ്മു ഹഫാഫ് മക്രയിൽ നിന്ന് ആരംഭിച്ച് വിവിധ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ച് ഹിസ്റ്റോറിക്കൽ ഹജ്ജ് റൂട്ടിൽ അവസാനിക്കുന്ന വിധമായിരുന്നു യാത്ര. പരമ്പരാഗത ഭക്ഷണപാനീയ കേന്ദ്രങ്ങൾ, സുഗന്ധവ്യഞ്ജന മാർക്കറ്റുകൾ, മ്യൂസിയങ്ങൾ തുടങ്ങിയവയും സന്ദർശനത്തിൽ ഇടം പിടിച്ചു. സൗദിയിൽ ജിദ്ദ നവോദയ കുടുംബവേദി സൗദി സ്ഥാപക ദിനം ആഘോഷിച്ചു. യാംപൂവിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ നവോദയ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ മാവേലിക്കര ഉദ്ഘാടനം ചെയ്തു. അന്നം തരുന്ന നാടിനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇത്തരം ആഘോഷങ്ങളെന്ന് ശ്രീകുമാർ പറഞ്ഞു. അനുപമ ബിജുരാജ്, കിസ്മത്ത് മമ്പാട്, മുസാഫർ പാണക്കാട് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റി അഹ്ലൻ സഹലാം യ റമളാൻ സംഗമം സംഘടിപ്പിക്കുന്നു. മാർച്ച് 8 ഫർഫാനിയ പീസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ പ്രമുഖ പണ്ഡിതൻ സയ്യിദ് സുൽമി മുഖ്യ പ്രഭാഷണം നടത്തും. അബ്ദുൽ നാസർ മുട്ടിൽ, ഷാനിക് പ്രേരാംപ്ര എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കും. കുവൈറ്റ് KMRM സ്ഥാപക ദിനാചരണവും പേൾ ജൂബിലി കർമ്മപരിപാടികൾ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ഹോളി ഫാമിലി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന വിശുദ്ധ സമൂഹ പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ജോസഫ് കെ ഡാനിയൽ പതാക ഉയർത്തി. ബാബുജി ബത്തേരി അധ്യക്ഷത വഹിച്ചു. സമ്മേളനം ഫാദർ ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഫാദർ സോജൻ പോൾ വചന സന്ദേശവും ഫാദർ ജോൺസൺ നെടുമ്പുറത്ത് ആശംസാ പ്രസംഗവും നടത്തി. കുവൈറ്റിൽ 30 വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കിയവർക്ക് പരിപാടിയിൽ ഫലകവും പൊന്നാടിയും നൽകി ആദരിച്ചു. ബിനു കെ ജോൺ, റാണ വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ ബിനോയ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബാബു പനമ്പള്ളി, രാജീവ് നടുവിലേമുറി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളം പ്രവർത്തന റിപ്പോർട്ടും കുര്യൻ തോമസ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കുര്യൻ തോമസ് പൈനംമൂട്ടിലിനെ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി സിറിൽ ജോൺ അലക്സിനെയും ട്രഷററായി സുരേഷ് വരിക്കോലിനെയും തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ബ്രോട്ട് യു ബൈ വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് പവന് 46,880 രൂപ, ഗ്രാമിന് 5,860 രൂപ. 18 ക്യാരറ്റിന് ഗ്രാമിന് 4,875 രൂപ, പവന് 39,000 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ.